ഹായ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഐസ്ക്രീമാണ്. ഐസ്ക്രീം എന്ന് പറയുമ്പം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഫ്ലോപ്പ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. ട്രൈ ചെയ്ത് നോക്കാൻ പോവാം. അപ്പം ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യം ഒരു കവർ പാലെടുത്തു, പാനിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി. അത് കഴിഞ്ഞപ്പം ഒരു കുറച്ച് കോൺഫ്ലവർ എടുത്തേക്കുന്നത്. കോൺഫ്ലവറോ മൈദയോ പിന്നെ അല്ലെങ്കിൽ എന്താ നമുക്ക് ഗോതമ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് കോൺഫ്ലവറാണ് എടുത്തത്. കുറച്ച് കോൺഫ്ലവറിനകത്ത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. കുറച്ച് കോൺഫ്ലവറിനകത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പാൽ ചൂടാക്കാൻ വെച്ചിട്ടില്ലേ, പാലൊന്ന് ചൂടായി അത്യാവശ്യത്തിൽ ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കട്ടയില്ലാത്ത രീതി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒഴിക്കുന്ന വഴിക്ക് കട്ടയായിപ്പോവും. അങ്ങനെ ഒഴിക്കുന്ന വഴിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. കട്ടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ പഞ്ചസാര ഇടാം. നമ്മൾ എത്രയാണോ പാല് ഒഴിച്ചേക്കുന്നത് അതിനനുസരിച്ചുള്ള മധുരം, നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ എത്ര മധുരം വേണ്ടതെന്ന്. അപ്പോൾ അതിനനുസരിച്ചുള്ള മധുരം ഇട്ട് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര ആയാലും അല്ലാത്തായാലും കുഴപ്പമില്ല, എങ്ങനത്തെ ആയാലും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ പഞ്ചസാര കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം ലാസ്റ്റ് ക്രീം മിക്സ് ചെയ്യുമല്ലോ, ബീറ്റ് ചെയ്യുമല്ലോ, ആ സമയത്ത് ബാക്കി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിന് മധുരം എത്ര വേണം വേണ്ട എന്ന രീതിക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഇത് ഫുള്ള് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി എപ്പോഴും അറിയുന്നതെന്ന് വെച്ചാൽ, പാൽ നന്നായിട്ട് കട്ടയായി ഇങ്ങനെ തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു സ്പൂൺ വെച്ച് നടുക്കൂടെ വര ഇടുമ്പോൾ അത് നല്ല ആ വര അതേപോലെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പാല് കറക്റ്റായി, നമ്മുടെ സംഭവം കറക്റ്റ് കൺസിസ്റ്റൻസി ആണെന്ന് അറിയാൻ പറ്റും. അപ്പം ഇതായിപ്പം ഞാൻ ചെയ്തേക്കുന്നതാണ്, ഇതാ ഒരു കൺസിസ്റ്റൻസി വന്നേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം തണുക്കാൻ വെക്കണം. ഇത് തണുക്കാൻ കുറച്ച് നേരം എടുക്കും, ഫാൻ്റെ അടുത്തോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് നേരം തണുക്കാൻ വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാനുള്ളത്. കാരണം ഇവിടെ വരെ ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എടുത്ത വീഡിയോ എന്തോ ഇറർ കാണിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞേക്കാൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമുക്ക് ക്രീം വേണം. ഞാൻ ഉദ്ദേശിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ക്രീം എടുക്കാമെന്ന്. കാരണം കപ്പിൻ്റെ അളവ് ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. 2 ടേബിൾ സ്പൂൺ ക്രീം എടുത്ത് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി കാണും. അതും പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന പാലിൻ്റെ ഈ സംഭവം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതും ബീറ്റ് ചെയ്ത് തന്നെ എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, ഇനിയുള്ള പ്രോസസ്സ് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോയാലോ. ഒരു ബൗൾ എടുക്കുക, അതിനകത്തേക്ക് 2 സ്പൂൺ ക്രീം ഒഴിക്കുക. ഞാൻ 2 സ്പൂൺ ഇട്ടുള്ളൂ, നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം, കുറച്ചുകൂടെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഞാൻ ഒരു ഇത്തിരി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് 2ാമത്തെ സ്പൂൺ ഇത്തിരി കുറവായിട്ട് വന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1ലും 2ലും ഒക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം, കാരണം എൻ്റെ കുറച്ച് ഐസായിട്ട് കൂടി ഇരിക്കുന്നുണ്ട്. ആദ്യം ബീറ്റായി എടുക്കാൻ കുറച്ച് ആദ്യം ആ കട്ട മാറ്റണം, പിന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇതാണ് ഞാൻ എടുത്തേക്കുന്ന കൺസിസ്റ്റൻസി. നമ്മൾ എന്തെങ്കിലും സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് എടുത്ത് കഴിയുമ്പം അത് താഴേക്ക് വീഴില്ല, അതിൽ തന്നെ പറ്റിയിരിക്കും. എന്ന് വെച്ചാൽ താഴെ വീഴാത്ത പരുവ് എത്തുമ്പോഴത്തേക്ക് സംഭവം കറക്റ്റായി എന്നറിയാൻ പറ്റും. പിന്നെ ഞാൻ അതിനകത്തേക്ക് വാനില എസൻസ് കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഞാൻ ഒഴിക്കുന്നത് ഞാനൊക്കെ പിന്നെ അടപ്പിൽ തന്നെ ഒഴിക്കുക ചെയ്തത്, കാരണം എനിക്ക് മടി തന്നെ, എനിക്ക് അവിടെ പോയി സ്പൂൺ എടുക്കണം എന്തിനു വെറുതെ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അടപ്പിൽ തന്നെ ഒഴിക്കേണ്ട കാര്യമില്ല ഉള്ളൂ, അങ്ങനെ ഒഴിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു പഞ്ചസാര കുറച്ച് ചെയ്തിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് പൊടിച്ച് പഞ്ചസാര ഇരിപ്പുണ്ടായിരുന്നു. നേരത്തെ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി അത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പാലും കോൺഫ്ലവറൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു പേസ്റ്റ് കണക്കൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നു, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം കുറച്ച് ഇളക്കാനും അത് കറക്റ്റായിട്ട് ബീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പം അതായിരിക്കും. അപ്പോൾ നമ്മൾ സിംപ്ലസ്റ്റ് ചെയ്യുന്ന രീതിക്ക് 2-3 വട്ടമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മധുരം കുറച്ച് കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഷുഗർ ആഡ് ചെയ്തു. പക്ഷേ എൻ്റെ കയ്യിൽ പൊടിച്ച് പഞ്ചസാര തീർന്നത് കൊണ്ട് ഞാൻ നോർമൽ ഷുഗർ ആട്ടോ ആഡ് ചെയ്തത്, പൊടിക്കാതെ തന്നെ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അങ്ങനെ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഞാൻ ഒരു വട്ടമല്ല 2-3 സെക്ഷനായിട്ടാട്ടോ ഇവിടെ ബീറ്റ് ചെയ്യുന്നത്, കാരണം അല്ലെങ്കിൽ നല്ല പാടായിരിക്കും. കുറച്ച് സമയം എടുത്തു ജസ്റ്റ് ഒന്ന് ബീറ്റായി വരാൻ വേണ്ടിയിട്ട്. ഞാൻ 1ലും 2ലും ഇട്ടാണ് ചെയ്തത്, 3ലോട്ട് പോയില്ല. 1ലും 2ലും ഇട്ട് ചെയ്തു. ഒരു 4-5 മിനിറ്റ് എന്തായാലും എടുത്ത് കാണും ഇത് ബീറ്റായി വരാൻ വേണ്ടിയിട്ട്, കാരണം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അത് ഫുൾ എല്ലായിടത്തും നല്ലതായിട്ട് മിക്സായിട്ട് നല്ല ബീറ്റായി വരണം, അതുവരെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യാണ് വേണ്ടുന്നത്. അതിന് നമ്മൾ എടുക്കേണ്ട ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രമാണ്, പിന്നെ എയർ ടൈറ്റായിട്ട് നമുക്ക് അടച്ചു വെക്കാനും സാധിക്കുന്ന ഒരു പാത്രം നോക്കി എടുക്കുക. എൻ്റെ കയ്യിൽ ഇവിടെ ഐസ്ക്രീമിൻ്റെ ഒരു ടിൻ ഉണ്ടായതുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്തു. ഇത്തിരി പോലും വെള്ളമില്ലാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കാരണം ഇത് ഫുൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു അലൂമിനിയം ഫോയിൽ എന്തെങ്കിലും ഇട്ടിട്ട് കവർ ചെയ്ത് വെക്കണം.
ടൈറ്റ് ആയിട്ട് വേണം നമ്മൾ അടച്ചു വെക്കാൻ. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 6-7 മണിക്കൂറൊക്കെ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് നല്ല കട്ടിയാവും. അപ്പോൾ എടുത്ത് വെക്കാം. ആര് ചോക്കാണ്ട ഐസ്ക്രീം തീർത്തത് ഞാൻ തന്നെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു. നല്ല ടേസ്റ്റ്. ഇങ്ങനെ വല്ലപ്പോഴും ആവാമല്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം. പല പല ഫ്ലേവറുകൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.